നമസ്കാരം. ന്യൂസ് കേരളം 24ലേക്ക് സ്വാഗതം. അപകടകരമായ രീതിയിൽ ട്രെയിൻ നിർത്തുന്നത് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് ചൈൽഡ് പ്രൊട്ടക്ട് ടീം കൊല്ലം ജില്ലാ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ദിവസം പുറപ്പെട്ട ഗുരുവായൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഏകദേശം 4 ബോഗികളോളം പ്ലാറ്റ്ഫോമിന് പുറത്തായിരുന്നു. ശരിക്കും കുട്ടികളും ഭിന്നശേഷിക്കാരായിട്ടുള്ള യാത്രക്കാർ ആ ഒരു ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നത് ഏറെ പ്രയാസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത്. വർഷങ്ങളായിട്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് നിരന്തരം ആവശ്യം ഉണ്ടായിട്ട് പോലും യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല. തീർച്ചയായിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് ചൈൽഡ് പ്രൊട്ടക്ട് ടീമിൻ്റെ ഭാരവാഹി എന്നുള്ള നിലയിൽ ഞാൻ അറിയിക്കുകയാണ്. കൊല്ലം ഗുരുവായൂർ ഇൻ്റർസിറ്റി ട്രെയിൻ മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം പാലത്തിന് മുകളിൽ നിർത്തുന്നത് പതിവാക്കിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ട് ടീമിന്റെ പ്രഥമ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ആണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സെക്രട്ടറി മീറ്റിംഗ് വിളിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ഏകദേശം ഒട്ടുമിക്ക പേര് ഇന്നിവിടെ പ്രസന്റ് ആയിട്ടുണ്ട്. നമ്മളുടെ ഈ ഒരു ചൈൽഡ് പ്രൊട്ടക്ട് ടീമിന്റെ തീം അല്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾ, നമ്മളുടെ ആക്ഷൻ ഒരു വർഷക്കാലത്തേക്ക് എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലായിരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് ചർച്ചയ്ക്കാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അപ്പോഴിവിടെ കൂടിയിരിക്കുന്നവർക്കെല്ലാം ചൈൽഡ് പ്രൊട്ടക്ട് ടീം കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പേരിലും സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പേരിലും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ ദിവസം കൊല്ലത്തു നിന്നും പുറപ്പെട്ട ട്രെയിനിൻ്റെ വനിതാ ഭിന്നശേഷി കമ്പാർട്ട്മെൻറ്റുകൾ ഉൾപ്പെടെ 4 ബോഗികളാണ് പാലത്തിന് മുകളിലും പുറത്തുമായി നിന്നത്. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ ഇറങ്ങാനാകാതെ ട്രെയിനിൽ കുടുങ്ങുകയായിരുന്നു. ചൈൽഡ് പ്രൊട്ടക്ട് ടീമിന്റെ ഇന്നത്തെ ഈ കമ്മിറ്റിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും അവരവരുടെ സ്വന്തം സമയങ്ങൾ മാറ്റിവെച്ച് ഈ സംഘടനയോടുള്ള കൂറുകൊണ്ട് എത്തിച്ചേർന്ന ഓരോരുത്തർക്കും എൻ്റെ പേരിലും സംഘടനയുടെ പേരിലും നന്ദി അറിയിച്ചു. പ്ലാറ്റ്ഫോമിൻ്റെ മറുവശത്ത് കാട് പിടിച്ച് കിടന്ന ഭാഗത്തു കൂടി സാഹസികമായായിരുന്നു യാത്രക്കാർ പുറത്തു കടന്നത്. താഴ്ചയുള്ള പ്രദേശമായതിനാൽ മെറ്റൽ കൂടി കൂനയിലേക്കും മറ്റും വീണ് ആളുകൾക്ക് പരിക്കേൽക്കുന്നതും പതിവായിരിക്കുകയാണ്. നിലവിൽ 19 ബോഗികൾ നിർത്താനുള്ള സൗകര്യം മാത്രമാണ് പ്ലാറ്റ്ഫോമിലുള്ളത്. പ്ലാറ്റ്ഫോമിൻ്റെ നീളം കൂട്ടണമെന്നുള്ള നാട്ടുകാരുടെ ആവശ്യത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കം നിലനിൽക്കെ കുട്ടികൾ, ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഏറെ വലയുന്ന സാഹചര്യത്തിൽ പ്ലാറ്റ്ഫോമിൻ്റെ നീളം കൂട്ടി ഉടൻ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ചൈൽഡ് പ്രൊട്ടക്ട് ടീം കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഷിബു റാവുത്തർ പറഞ്ഞു. മേൽപ്പാലമില്ലാത്തതിനാൽ യാത്രക്കാർ പാളം മുറിച്ചു കടന്നാണ് പ്ലാറ്റ്ഫോമുകളിലേക്ക് പോകുന്നതും വരുന്നതും. കുട്ടികൾ ഉൾപ്പെടെ 100 കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന സ്റ്റേഷനിൽ അടിയന്തരമായി മേൽപ്പാല നിർമ്മാണം തുടങ്ങണമെന്ന് ചൈൽഡ് പ്രൊട്ടക്ട് ടീം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അനിത സുനിൽ അഭിപ്രായപ്പെട്ടു. കൊട്ടിയം ബിസ്മി ബർക്കത്ത് ഓഫീസ് ഹാളിൽ ചേർന്ന CPT കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ഷിബു റാവുത്തർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഖുറൈഷി സ്വാഗതവും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അനിത സുനിൽ ആസൂത്രിതവും ജനകീയവുമായി കുട്ടികൾക്ക് വേണ്ടിയുള്ള ജില്ലയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി അവലോകനവും നടത്തി. ട്രഷറർ വിവലമ്മ, കോർഡിനേറ്റർ സഹദ്, വൈസ് പ്രസിഡന്റുമാരായ റോയൽ സമീർ, സക്കീർ ബിസ്മി എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ എക്സിക്യൂട്ടീവ് അംഗം സക്കീർ ഹുസൈൻ നന്ദി പറഞ്ഞു.